ചിലവർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പകുതിക്ക് വെച്ചിട്ട് ഇടുള്ളൂ, അത്രയും സാധനം നിറക്കുള്ളൂ. എന്നിട്ട് അവർ പറയും എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ഇനിയും സാധനങ്ങൾ ആഡ് ചെയ്യാമെന്ന് പലരും പറയാറ്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് പൂർണ്ണമായിട്ടുള്ള പരിഹാരത്തിൻ്റെ രീതിയിൽ തന്നെ വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് മനസ്സിന് തൃപ്തിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ അത് ആര് ചെയ്താലും ഏത് വർക്ക് ചെയ്താലും നമ്മൾക്ക് തോന്നുന്നു ഇത്ര വെള്ളം ഇത്ര ക്ലിയർ ആവണമെങ്കിൽ ഇത്ര മതി എന്ന് തോന്നുന്നെങ്കിൽ അതിനേക്കാൾ ഒരു 2 കിലോ കൂടുതൽ എന്തും ഇട്ട് കൊടുക്കണം നമ്മൾ. കാരണം നമ്മളിപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കൊരു നാളൊരു വർക്ക് വരണമെങ്കിൽ ഞാൻ അകലെ പോയാലും നമുക്കൊരു നല്ല വർക്ക് വരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം നല്ല വൃത്തിയോടും ക്ലിയറോടും കൂടി നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് വീണ്ടും അവിടേക്ക് ചെല്ലേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് വൃത്തിയായിട്ട് തന്നെ അതന്നെ. അതായത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവനെ വിളിച്ചോട്ടോ നല്ല രീതിയിൽ ചെയ്യുമെന്ന് മറ്റൊരാളോട് പറയാൻ തോന്നൂല. കാരണം എപ്പോഴെപ്പോഴും വന്നിട്ട് ഇത് വർക്ക് ചെയ്യണമല്ലേ. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം വരാം, ഒറ്റ പ്രാവശ്യം വന്ന് ചെയ്ത് പോവാന്നുള്ളതാണ് നമ്മളെ കൺസെപ്റ്റ്. ഇപ്പോൾ കാറ്റലോഗ്സ് കേട്ടോ, കാറ്റലോഗ്സ് മെയ്ഡ് ഇൻ ജർമ്മനിയുടെ സാധനം ഉണ്ടത്, മെയ്ഡ് ഇൻ ജർമ്മനി അല്ല. ഇത് USA സർട്ടിഫൈഡുള്ള മെറ്റീരിയലാണ്. ഇതിൽ എന്തൊക്കെ റിമൂവ് ആവുമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ ഫിൽട്രേഷൻ ആവുമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 7 ഐറ്റംസ് ഇതിൽ ഫിൽട്രേഷൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം കേട്ടോ. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ല. ഇതാണ് കാറ്റലോഗ്സ് കേട്ടോ. ഇതിന് നമ്മൾ അയൺ റിമൂവിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിപണിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസാണ് ഈ കാറ്റലോഗ്സ് കേട്ടോ. 80-20 എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയയുടെ DMI 65 നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട് പലയിടത്തും. ഇത് ഇവിടുത്തെ അളവിനേക്കാളും ഡബിൾ തോതിൽ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. സൈലക്സ് 6 ഇഞ്ച് 4 ഇഞ്ച് കോർ സാൻഡ് ഫൈൻ സാൻഡ് 4 കഴിഞ്ഞ് 5ാമത്തെ ബെഡാണ് നമ്മൾ തയ്യാറാക്കണത്. അത് കാറ്റലോഗ്സ് കേട്ടോ. കാറ്റലോഗ്സ് ഇട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഓരോ ഐറ്റംസ് ഇട്ട് കഴിയുമ്പോഴേ എൻ്റെ ബെഡ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പ് ലെവല് കറക്റ്റ് ലെവലായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ജെർക്ക് ചെയ്യണം. ജെർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലിൽ അത് നിൽക്കും കേട്ടോ. കാറ്റലോഗ്സ് ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ആക്ടിവേറ്റഡ് കാർബൺ കേട്ടോ. ആക്ടിവേറ്റഡ് കാർബണാണ് നമ്മൾ ഇടുന്നത്. ഇത് ഇത്രയും ആക്ടിവേറ്റഡ് കാർബൺ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടുതലാണ് ഇവിടെ ഇടുന്നത്, ഐറ്റംസൊക്കെ കൂടുതലാണ്. അല്ലാതെ പറ്റിക്കിലോ വെട്ടിക്കിലോ ഒന്നും ഇല്ല കേട്ടോ. നേരാവണ്ണം ചെയ്യാം. ഇതൊക്കെ ഇത് എടുത്ത ഉള്ളിൽ കൊടുത്ത് ഉണ്ടോ, ഇത്രയും അടിപൊളി സാധനമാണ്.